അധ്യാപകർ വിദ്യാർത്ഥികളെ ശിക്ഷിക്കാൻ പാടുണ്ടോ? ശിക്ഷാ നടപടികൾ വേണോ വേണ്ടയോ എന്ന കാര്യങ്ങളിലൊക്കെ പല സമയങ്ങളിലും സമൂഹം ചർച്ച ചെയ്തിട്ടുണ്ട്. നിലവിൽ ശിക്ഷാ നടപടികൾ അപ്പാടെ സ്കൂളുകളിൽ നിന്ന് അപ്രത്യക്ഷമായ സാഹചര്യവും നിലവിലുണ്ട്. അതേസമയത്ത് അപൂർവമായി ചില സ്ഥലങ്ങളിൽ സ്വീകരിച്ചു വരുന്ന ശിക്ഷാ നടപടികളുടെ പേരിൽ അധ്യാപകർ പ്രതിസ്ഥാനത്ത് വരികയും അവർ നിയമ നടപടികൾക്ക് വിധേയമാവുകയും ചെയ്യുന്ന അവസ്ഥയും വരുന്നുണ്ട്. ഇന്ന് കേരളത്തിൽ ഒരു സ്കൂളിൽ വിദ്യാർത്ഥി വൈകി വന്നതിൻ്റെ പേരിൽ ആ കുട്ടിയെ ശിക്ഷിച്ചതുമായി ബന്ധപ്പെട്ട ചില വാർത്തകൾ ശ്രദ്ധിക്കേണ്ടായി. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയാനുള്ളത്, എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ ശിക്ഷാ നടപടികൾ വേണം. ശിക്ഷാ നടപടികൾ എന്ന് പറഞ്ഞാൽ വിദ്യാർത്ഥികളെ നന്മയിലേക്ക് നയിക്കുന്ന, അവർക്ക് ഗുണപാഠം ലഭിക്കുന്ന ശിക്ഷാ നടപടികൾ വേണമെന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. ശിക്ഷാ നടപടികൾ എന്ന് പറയുമ്പോൾ വിദ്യാർത്ഥികൾ ഒരു മെൻ്റൽ ട്രോമയിലേക്ക് കൊണ്ടുപോകുന്ന തരത്തിലുള്ള ശിക്ഷാ നടപടികളല്ല. ശാരീരികമായി വലിയ രൂപത്തിലുള്ള വേദനകൾ സമ്മാനിക്കുക എന്നതല്ല ശിക്ഷാ നടപടി ഞാൻ ഉദ്ദേശിച്ചത്. അതേസമയത്ത് ഒരു തെറ്റ് കണ്ടാൽ അധ്യാപകർ പലതവണ ഉപദേശിക്കുകയും വീണ്ടും ആ തെറ്റിലേക്ക് ആ വിദ്യാർത്ഥി പോകുകയാണെങ്കിൽ ആ തെറ്റിൽ നിന്ന് തിരിച്ച് സൽവഴിയിലേക്ക് വരാനുള്ള മാർഗം, ആ വഴി തെളിയിക്കുന്ന രൂപത്തിലുള്ള മാന്യമായ രൂപത്തിലുള്ള, വിദ്യാർത്ഥികൾക്ക് ആ സമയത്തോ ഭാവിയിലോ വലിയ പ്രയാസങ്ങളില്ലാത്ത രൂപത്തിലുള്ള ചെറിയ ശിക്ഷാ നടപടികൾ വേണമെന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഈ വീഡിയോയിൽ തന്നെ, കുട്ടികൾക്ക് മെൻ്റൽ ട്രോമയോ മാനസികമായ വലിയ രൂപത്തിലുള്ള വിഷമമോ സംഘർഷമോ ഉണ്ടാക്കുന്ന രൂപത്തിലുള്ള ശിക്ഷാ നടപടികളല്ല, ശാരീരികമായി വലിയ രൂപത്തിൽ വേദനകൾ കൊടുക്കുന്നതല്ല, മറിച്ച് വിദ്യാർത്ഥികളെ തെറ്റിൽ നിന്ന് നന്മയിലേക്ക് നയിക്കുക, ശരിയിലേക്ക് നയിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി അവർക്കും അധ്യാപകർക്കും ബോധ്യമാകുന്ന രൂപത്തിലുള്ള ശിക്ഷാ നടപടികൾ വേണം. അതേസമയത്ത് ഇന്ന് നാം കണ്ടത് വൈകി വന്നതിൻ്റെ പേരിൽ വിദ്യാർത്ഥിയെ ഇരുട്ടുമുറിയിൽ അടച്ചു എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ ശിക്ഷ എന്നല്ല, ശിക്ഷാ നടപടികളിലല്ല, അതൊക്കെ ഒരു വൈകൃതമാണ്, മാനസിക വൈകൃതത്തിൻ്റെ അടയാളമായിട്ടാണ് തോന്നുന്നത്. അധ്യാപകൻ വിദ്യാർത്ഥികളെ ഏത് രൂപത്തിലാണ് കാണുന്നത് എന്നതൊക്കെ അതിൽ ഉൾപ്പെട്ട കാര്യമാണ്. ആ രൂപത്തിലാണ് അതിന് കൊണ്ടുപോകേണ്ടത്. അതിന് ശിക്ഷാ നടപടി എന്നല്ല പറയേണ്ടത്. ആ അധ്യാപകനെയാണ് ശരിക്കും ഒരു കൗൺസിലിങ്ങിനൊക്കെ വിധേയമാക്കേണ്ടതും പഠിപ്പിക്കേണ്ടതൊക്കെ. ശിക്ഷിക്കുക എങ്ങനെ ശിക്ഷിക്കാം എന്നതിൻ്റെ അപ്പുറം എന്താണ് വിദ്യാർത്ഥികൾ, എന്താണ് വിദ്യാർത്ഥിത്വം, അവരിലേക്ക് എങ്ങനെയാണ് വിദ്യാഭ്യാസം നൽകേണ്ടത് എന്നതിനെക്കുറിച്ചൊക്കെ കൃത്യമായ ബോധ്യമുള്ള ആളുകൾക്ക് ശിക്ഷാ നടപടികൾ മാന്യമായ രൂപത്തിൽ കൊണ്ടുപോകാൻ കഴിയുള്ളൂ. ഇന്ന് നടന്ന ചില പ്രതിഷേധങ്ങളിൽ ചില രാഷ്ട്രീയ പാർട്ടികൾ ഉന്നയിച്ച ചില ചോദ്യങ്ങളുണ്ട്. സ്കൂൾ ബസ് നേരം വൈകി വരുന്ന സമയത്ത് ക്ലാസ്സിൽ വൈകി എത്തിയാൽ അതൊരു പ്രശ്നമുള്ള കാര്യമല്ല. അതേസമയത്ത് സാധാരണക്കാർ ഒരു സ്കൂളിലേക്ക് ഓട്ടോയിലോ അല്ലെങ്കിൽ സാധാരണ യാത്രാ ബസ്സിലോ കയറി ഈ ട്രാഫിക് ബ്ലോക്ക് എല്ലാം മറികടന്നുകൊണ്ട് സ്കൂളിലേക്ക് ഓടിപ്പാഞ്ഞെത്തി അത് 1 മിനിറ്റോ 2 മിനിറ്റോ അങ്ങോട്ടോ ആകുമ്പോഴേക്ക് അത് വലിയ പ്രശ്നമാക്കുകയും വിദ്യാർത്ഥികളെ ഈ രൂപത്തിലുള്ള ശിക്ഷാ നടപടികളിലേക്ക് കൊണ്ടെത്തിക്കാവുന്ന തരത്തിലുള്ള വലിയൊരു തെറ്റായി അതിനെ വ്യാഖ്യാനിക്കുകയും ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഒരു അഭിപ്രായം എന്ന് കേൾക്കേണ്ടായി. ശരിയാണ്, അവരുടെ ഭാഗത്ത് നിന്ന് വരുന്ന ഇത്തരം മിസ്റ്റേക്കുകളൊക്കെ അവഗണിക്കുകയും അതേ സമയത്ത് സ്വാഭാവികമായും ഒരു വിദ്യാർത്ഥി, സാധാരണക്കാരനായ ഒരു വിദ്യാർത്ഥി സ്കൂളിലേക്ക് വരുന്ന സമയത്ത് അല്പം ഒന്ന് വൈകിയാൽ അത് വലിയ തെറ്റായി കാണുകയും ചെയ്യുന്ന